ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിലേക്കൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ 1 kg ആണ്, 2 ലെയറിലാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കേക്കൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് കേക്കിൻ്റെ സൈഡിൽ കുറച്ച് ലൈൻസ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ആ ഒരു ഡിഫോൾട്ട് ലൈനായിട്ടൊന്ന് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലേക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നോസിൽ എടുക്കുന്നത് 2, 3, 4 ആണ്. ആ ഒരു ഗ്രാസ് ടിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കുന്ന കളർ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കളർ കുറച്ച് നന്നായിട്ടൊന്ന് ഡാർക്കായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു എഡ്ജിലായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 ലെയറായിട്ട് വരുന്ന രീതിയിലാണ് ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ എടുക്കുന്നത് ആ ഒരു പെറ്റൽ ടിപ്പ് നോസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കളർ ആ ഒരു പർപ്പിളാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം പോലെ കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഒരുപാട് കേക്ക്സിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സെയിം ഫ്ലവർ തന്നെ. ഓരോ പെറ്റൽസ് ആയിട്ടൊന്ന് ചെയ്ത് ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഒന്ന് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലായിട്ട് നമ്മൾ സെയിം കളറിലെ ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീരെ ചെറിയ സൈസായിട്ടും കൂടി ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സെയിം ആ ഒരു കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ഫ്ലവറോട് കൊടുത്തതിന് ശേഷം ഇതേ ആ ഒരു ടൈപ്പ് ഫ്ലവർ റോസ് ഫ്ലവർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എടുക്കുന്ന കളർ പിങ്ക് ആണ് കേട്ടോ. പിങ്കും കുറച്ച് വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. സെയിം ആ ഒരു ഫ്ലവർ തന്നെ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്തിട്ടൊന്ന് കേക്കിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കേക്കിൻ്റെ ആ ഒരു സൈഡിൽ കുറച്ച് അധികമായിട്ട് തന്നെ ഒരു ഫ്ലവർ ഡെക്കറേഷനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗാർഡൻ ഗ്രീനും ലെമൺ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാഗിൻ്റെ ടിപ്പ് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് നോസിൽ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്ത പോലെ തന്നെ കുറച്ച് അധികമായിട്ട് തന്നെ ആ ഒരു ലീവ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ ലീവ്സും ഒക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടോപ്പിൽ ചെയ്ത സെയിം ചോക്ലേറ്റ് കളർ ബാഗിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ള ചെറിയ ആ ഒരു പേൾസായിട്ട് കിട്ടുന്ന ആ ഒരു ഡിസൈനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോർഡർ ഡിസൈനായിട്ട് ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു ടോപ്പറും കൂടി കേക്കിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് കേക്കിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ മാറ്റർ ഒന്ന് റൈറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ട് ലുക്കിൽ കിട്ടുന്ന കേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്